ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിയിൽ പൂർത്തീകരിച്ച 6500 റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, ലേഡീസ് ഹോസ്റ്റൽ, VKIDFT ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുവാൻ ബഹുമാന്യനായ കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഉദ്ഘാടന കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഉദ്ഘാടന കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി. ഉദ്ഘാടന പ്രഭാഷണത്തിനായി ബഹുമാന്യനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, ലേഡീസ് ഹോസ്റ്റൽ എന്നിവയ്ക്ക് പുറമെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയവും ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവയുടെ എല്ലാം ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ആരോഗ്യരംഗത്ത് മികവുറ്റ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് കേരളം. പക്ഷേ നാം ഇപ്പോഴും ചില വൈഷമ്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സാംക്രമിക രോഗങ്ങളുടെ ആധിക്യം. സാംക്രമിക രോഗങ്ങളിൽ ഒരു നല്ല പങ്ക് ജന്തുജന്യ രോഗങ്ങളാണ്. അതിനെ മറികടക്കുന്നതിനാണ് നമ്മൾ വൺ ഹെൽത്ത് പോളിസി നടപ്പാക്കിയിട്ടുള്ളത്. പ്രകൃതിയെയും നമ്മൾ വൺ ഹെൽത്ത് പോളിസി നടപ്പാക്കിയിട്ടുള്ളത്. പ്രകൃതിയെയും മുൻകൈ തീർച്ചയായും മാറും ഈ സംവിധാനം. 32 കോടി രൂപ ഇതിന് ചെലവഴിച്ച കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 45,000 ചതുരശ്രടി വിസ്തീർണമുള്ള ലബോറട്ടറിയാണ് ഒരുങ്ങിയിട്ടുള്ളത്. ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ
ഇത്തരം മേഖലകളിൽ ഗവേഷണങ്ങളും പരിശോധനകളും നടത്താൻ ഈ ലബോറട്ടറി ഉതകും. ക്യാമ്പസുകളിൽ താമസിച്ച് പഠിക്കുക എന്നതാണ് ഇപ്പോൾ പൊതുവെ വളർന്നു വരുന്നൊരു പ്രവണത. അപ്പം അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലുകളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ക്യാമ്പസിലും ഒരു ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ ഒരു വെറ്ററിനറി കോളേജ് മാത്രമേ ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് പുറമെ ഡയറി സയൻസ്, ഫുഡ് ടെക്നോളജി കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇവർക്കെല്ലാം ഉപകാരപ്രദമാവും വിധമുള്ള ഓഡിറ്റോറിയമാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഈ പദ്ധതികൾ വെറ്ററിനറി കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്തും അക്കാദമിക് രംഗത്തും മികവുറ്റ ചുവടുവയ്പ്പായി മാറും. 2010 കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയത്. മൃഗസംരക്ഷണം ഉറപ്പാക്കുക എന്നത് മാത്രമായിരുന്നില്ല സർവകലാശാലയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനു പുറമെ ഗുണമേന്മയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ സർവകലാശാലയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനു പുറമെ ഗുണമേന്മയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ വയനാട് പാക്കേജിന് കീഴിൽ വെറ്ററിനറി ഡയഗ്നോസ്റ്റിക് സെൻ്ററും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കി വരികയാണ്. അതോടൊപ്പം തന്നെ നോളജ് പാർക്ക് ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ബിസിനസ് പ്രോസസ്സിങ്ങിനായുള്ള കേന്ദ്രവും ഒരുങ്ങുകയാണ്. തിരുവാഴംകുന്ന് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് കോളേജ്, ഗവേഷക ഹോസ്റ്റൽ, കോലാഹലമേട് ഡയറി സയൻസ് ടെക്നോളജി കോളേജ്, മണ്ണൂത്തി അക്കാദമിക് സ്റ്റാഫ് കോളേജ്, ഇൻക്യുബേഷൻ സെൻറ്റർ, സെയിൽസ് സെൻറ്റർ, മൃഗപരീക്ഷണ കേന്ദ്രം, തുമ്പൂർ മൊഴി ഫാമിനായുള്ള ഓഫീസ് കെട്ടിടം, ഇവയെല്ലാം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ അക്കാദമിക് കോഴ്സുകൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞിരിക്കുകയാണ്. ഡയറി ടെക്നോളജി, ഡയറി മൈക്രോബയോളജി, ഡയറി കെമിസ്ട്രി, ബയോസയൻസ് മേഖലകളിൽ PhD കോഴ്സുകൾ ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിവിധ PG ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. അപ്ലൈഡ് ടോക്സിക്കോളജിയിൽ MSc ബാച്ച് ആരംഭിച്ചത് 2022 ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മാത്രമല്ല അക്കാദമിക് രംഗത്തും സമാന്തരമായി ഇടപെട്ടുകൊണ്ട് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല ആഗോള നിലവാരത്തിലേക്ക് ഉയരണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യം